ചലഞ്ചിങ് ടാസ്കിൽ വൻ അടിപിടിയാണ് ഉണ്ടായത്. അതായത് ഇങ്ങനെ കായികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തമൊക്കെ നടത്തി ഉള്ള ടാസ്ക്കായിരുന്നു. അപ്പോൾ ജിൻഡോയെ ഈ അർജുനും അഭിഷേക് ശ്രീകുമാറും ഒക്കെ നന്നായിട്ട് പിടിച്ചു വലിച്ച് നിലത്തേക്ക് വലിച്ചിഴയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ജിൻഡോയ്ക്കും പലർക്കും പരിക്ക് പറ്റി. ജിൻഡോയുടെ പരിക്കും ഇങ്ങനെ കൈമുട്ടിനും പിന്നെ കൈയുടെ ആ ബൈസെപ്സ് മസിൽസിൻ്റെ അവിടെയൊക്കെ അർജുൻ പിടിച്ച് ഞെരുക്കിയത് കാരണം അവിടെ ബ്ലഡ് ക്ലോട്ടായിട്ട് പൊങ്ങി വന്ന ഒരു മുഴ പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പരിക്ക് പറ്റി. ജിൻഡോയ്ക്ക് മരുന്ന് പുരട്ടി കൊടുക്കുകയാണ് സായി. അപ്പോൾ മരുന്ന് ബീറ്റാഡിൻ സൊല്യൂഷനാണോ എന്തോരണം അത് തേച്ചപ്പോൾ ഭയങ്കര നീറ്റലായിരുന്നു. ജിൻഡോ അലറി കരയുന്ന പോലെ ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായ ഇങ്ങനെ വേദന സഹിച്ചാണ് ജിൻഡോ അവിടെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തത്. അതിൻ്റെ ഇടയിൽ വളരെ പക്വതയുള്ള ഒരു കാര്യം ജിൻഡോ അവിടെ പറഞ്ഞു. അതായത് നമ്മളൊക്കെ ഇവിടെ വന്നേക്കുന്ന ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം അവിടെ പരിശ്രമിച്ചു. ബാക്കിയൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുക. അപ്പം ഇതൊക്കെ ഈ ഒരു ഗെയിമിൻ്റെ പാർട്ടായിട്ട് നമുക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ ജിൻഡോ അവിടെ പലരോടും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗെയിമിൽ ജിൻഡോ വളരെ നന്നായിട്ടാണ് പെർഫോം ചെയ്തത്. 2 പോയിൻ്റ് ലഭിച്ച ജിൻഡോയുടെ ടീം ജയിക്കുകയും ചെയ്തു, ഡെൻ ടീം. അപ്പോൾ ജിൻഡോയ്ക്ക് ആശ്വസിക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ ആ കഴിവ് അവിടെ പുറത്തെടുത്താണ് തൻ്റെ ടീമിനെ വിജയിപ്പിച്ചത്. അപ്സരയ്ക്കും പിന്നെ അർജുനും എല്ലാവർക്കും ചെറിയ ചെറിയ പരുക്കുണ്ട്. ജിൻഡോയുടെ പരുക്കും വളരെ ചെറുത് തന്നെയാണ്, എന്നാലും ചതവുണ്ട്. അപ്പോൾ അതിനി ചൂടുവെള്ളത്തിൽ ഉപ്പ് കലക്കി കുളിക്കണം എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. മല്ലയ്യെ പോലെ കളിക്കുന്ന ജിൻഡോയ്ക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. 1-2 ദിവസത്തിനുള്ളിൽ ചതവും പരിക്കുകളൊക്കെ ഭേദമാകും. അപ്പോൾ ബുദ്ധിപരമായിട്ട് മാത്രമല്ല കായികപരമായിട്ടും ജിൻഡോ അവിടെ കളിച്ച് തകർക്കുകയാണ്. ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് ഇപ്പോൾ ജിൻഡോ അവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു.